ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷൈന. വെൽക്കം ടു ഷൈനാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് ബേക്കിംഗ് ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കേക്ക് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ കേക്ക് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ശരിയാവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞു ടിപ്സൊക്കെ അറിയാത്തതിൻ്റെ പേരിലാണ് അത് ശരിയാവാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് റെസിപ്പി കിട്ടിയാലും ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും രണ്ട് കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഒന്ന്, സ്പോഞ്ച് കേക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ സ്പോഞ്ച് കേക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെസിപ്പി മാത്രം കിട്ടിയാൽ പോരാ. അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു ടിപ്സ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തോളൂ. നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും പഴക്കമുള്ളതല്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ കേക്കിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് വാങ്ങുമ്പോൾ നല്ല ചിലവുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങാം. ബേക്കിംഗ് പ്രോഡക്ട്സ് മാത്രം കിട്ടുന്ന കട നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അങ്ങനത്തെ കടയിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സൊക്കെ നല്ല ചിലവുണ്ടാവുമല്ലോ, അപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ചിലവുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങാം. മൈദ, മുട്ട, പാല്, പഞ്ചസാര എല്ലാം നല്ല ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയുടെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താം. ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് കേക്കിന് നല്ല റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 1. നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പഴക്കമുള്ളതോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ ആവരുത്. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തണുപ്പുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ളതോ ആവരുത്. മുട്ട, പാല് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ നമ്മൾ ബാറ്ററിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ തന്നെ പുറത്ത് വെച്ച് തണുപ്പ് നല്ലപോലെ പോയതിന് ശേഷം മാത്രമേ ബാറ്ററിന് വേണ്ടി ഉപയോഗിക്കാവൂ. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 2. നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാട് തണുപ്പുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ളതോ ആവരുത്. ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എപ്പോഴും മെഷർമെൻറ്റ്സ് കൃത്യമായിരിക്കണം. അപ്പോൾ അളവൊക്കെ കൃത്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലത്തെ മെഷറിംഗ് കപ്സും പിന്നെ മെഷറിംഗ് സ്പൂൺസും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ കപ്പ് സെറ്റിൽ 1 കപ്പ്, ഹാഫ് കപ്പ്, 1/3 കപ്പ്, 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ, ഹാഫ് ടേബിൾ സ്പൂൺ അങ്ങനത്തെ അളവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ടീസ്പൂണിൻ്റെ സെറ്റും കൂടി വാങ്ങിക്കുക. ഇതിലാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ, 1/4 ടീസ്പൂൺ അങ്ങനത്തെ അളവൊക്കെ ഉണ്ടാവും. അപ്പോൾ കപ്പ് അളവിൽ നമ്മൾ മൈദ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കപ്പ് കൊണ്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ മൈദ എടുക്കാൻ പാടില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് മൈദ ഈ കപ്പിലോട്ട് കോരി ഇട്ട് കൊടുക്കുക. അങ്ങനെ നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാറ്റുല വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ അത് വടിച്ച് കൊടുക്കുക. അങ്ങനെയാണ് മെഷർ ചെയ്യുക കേട്ടോ. അത് തട്ടി ലെവലാക്കാനോ അല്ലെങ്കിൽ കുലുക്കി ലെവലാക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ വടിച്ചു കൊടുക്കുക, അതാണ് കറക്റ്റ് അളവ്. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഫിൽ ചെയ്തിട്ട് ഒന്ന് വടിച്ചെടുക്കാം. ഇതുപോലെ വടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ സ്പൂണിലെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ സ്പൂണിലെടുത്തിട്ട് വടിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ എടുത്തിട്ട് സ്പാറ്റുല വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ വടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ അളവ് കൃത്യമാവുള്ളൂ. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 3. മെഷർമെൻറ്റ്സ് എല്ലാം കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കേക്കിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ മുട്ടയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ എപ്പോഴും മീഡിയം സൈസിലുള്ള മുട്ട വാങ്ങണം. ബ്രോയിലർ എഗ്സാണ് ഏറ്റവും നല്ലത്. പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും മീഡിയം സൈസിലുള്ള മുട്ട തന്നെ വാങ്ങാം. ഒരുപാട് വലിയ മുട്ട അല്ലെങ്കിൽ ചെറിയ മുട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മീഡിയം സൈസിലുള്ള മുട്ട വാങ്ങാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 50 to 55 ഗ്രാംസ്, അതായത് 50ൻ്റെയും 55ൻ്റെയും ഇടയിൽ പെടുന്നതാണ് മീഡിയം സൈസിലുള്ള മുട്ട.
അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 4. നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും മീഡിയം സൈസിലുള്ള മുട്ട തന്നെ വേണം. ടിപ്പ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ കാര്യമാണ്. അപ്പോൾ കേക്കിന് വേണ്ടി എപ്പോഴും നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലാവുമ്പോൾ ഒരുപാട് സ്ട്രോങ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രോങ് സ്മെല്ലുള്ള ഓയിലൊന്നും കേക്കിന് വേണ്ടി ഉപയോഗിക്കരുത്. ടിപ്പ് നമ്പർ 6 കേക്ക് ടിന്നിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള അലുമിനിയം ട്രേസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ ട്രേ ആണ് കേട്ടോ കേക്കിന് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ടിൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കേടാവണ പ്രശ്നമൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രം കേക്ക് ടിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബാറ്ററൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കണ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒരിക്കലും കേട് വരില്ല. അപ്പം മുട്ട ബീറ്റ് ചെയ്യാനും ബാറ്ററി ഉണ്ടാക്കാനുമായിട്ട് ഇതുപോലത്തെ നല്ല കുഴിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാം. പിന്നെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഫിലിപ്സിൻ്റെ ഹാൻഡ് മിക്സറാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏത് അവൈലബിൾ എന്ന് വെച്ചാൽ അത് വാങ്ങിക്കാം. ഇതിപ്പോൾ ഏത് ബ്രാൻഡായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ടോ മുട്ട ബീറ്റ് ചെയ്യാം. പക്ഷേ ഹാൻഡ് മിക്സറിൻ്റെ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് മിക്സർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങാം. അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ മിക്സി വെച്ചിട്ടോ ആയാലും നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതുപോലത്തെ മെഷറിങ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്കിന് ഗ്രാം അളവിലൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കണമെങ്കിൽ ഇത് നല്ലതാണ്. അതുപോലെ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കാനൊക്കെ ഇത് വളരെ സഹായകരമാണ്. അപ്പോൾ ഇതുപോലത്തെ മെഷറിങ് സ്കെയിൽ വാങ്ങുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്പാറ്റുലയാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഫോൾഡ് ചെയ്യാനും പിന്നെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലപോലെ വടിച്ച് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാനും ഈ സ്പാറ്റുല വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പാറ്റുല നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ലെയേഴ്സായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കേക്ക് നൈഫ് വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഈ നൈഫ് വെച്ചിട്ട് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ലെയേഴ്സായിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്പോഞ്ച് കേക്കിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് മാക്സിമം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 15 മിനിറ്റാണ്. 10 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്യും. അങ്ങനെ മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തപ്പി നടക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട റൈസായത് താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പൊടികളും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ കറക്റ്റ് അളവിൽ അളന്ന ശേഷം പൊടികൾ അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ പോണ ബൗളും അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും ബീറ്ററും പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെ വയ്ക്കാം. കേക്കിന് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കയ്യെത്തും ദൂരത്ത് തന്നെ വയ്ക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കേക്ക് ടിൻസും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഡിസ്പോസിബിൾ കേക്ക് ടിനാണ്. ഇത് കേക്ക് ടിനൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ ഐസിംഗ് ഉള്ള കേക്കൊക്കെ ആണെങ്കിൽ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ടിൻ ഗ്രീസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. കേക്ക് ടിൻ ഗ്രീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കേക്ക് ടിൻ്റെ അളവിൽ മുറിച്ചെടുത്തിട്ട് കേക്ക് ടിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി. കേക്ക് ടിൻ്റെ സൈഡിൽ നൈഫ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞ് കേക്ക് ടിൻ്റെ സൈഡിൽ നിന്ന് കേക്ക് സുഖമായിട്ട് വിട്ട് കിട്ടും. പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീസ് ചെയ്യാതെ തന്നെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ വെച്ചാൽ തന്നെ കേക്ക് അടിയിൽ ഒട്ടും പിടിക്കാതെ നമുക്ക് സുഖമായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ അടിയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ നമുക്ക് വിടിയിച്ചെടുക്കാം. പിന്നെ അടിയിലൊട്ടും പിടിക്കില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കേക്ക് ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓയിലോ ബട്ടറോ ഒന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലം കേക്ക് അങ്ങനത്തെ കേക്ക് നിങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കേക്ക് ടിൻ ഗ്രീസൊക്കെ ചെയ്ത് അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അത് പിന്നെ നമ്മൾ ഐസിങ് ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാ ഇൻഗ്രീഡിയൻസും ബാറ്ററിന് ആവശ്യമുള്ള ബൗളും ബീറ്ററും കയ്യെത്തും ദൂരത്ത് വയ്ക്കുക. തേർഡ് സ്റ്റെപ്പ് കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കുക. ഈ 3 സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ നോബ് ഈ തള്ളവരിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല. ആ നോബ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാലും അവൻ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കേക്ക് ടിൻ അവനിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ വേണം വെക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അപ്പോൾ സ്റ്റെപ്സ് ഒന്നും കൂടി പറഞ്ഞു തരാം. ആദ്യം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിൽ അളന്നെടുക്കാം. അത് കഴിഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ബാറ്റർ ഉണ്ടാക്കാനുള്ള ബൗളും ബീറ്ററും എല്ലാ ഇൻഗ്രീഡിയൻസും കയ്യെടുത്ത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ബാറ്റർ റെഡിയാക്കാം. അത് കഴിഞ്ഞാൽ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കേക്ക് ടിൻ നല്ലപോലെ ടാപ്പ് ചെയ്ത ശേഷം അവനിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ റെസിപ്പിയിൽ കേക്ക് വേവാൻ എത്ര സമയമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ്. പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ അവൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ 180 ഡിഗ്രീസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നോബ് ബേക്കിംഗ് മോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിലും മുകളിലും ഹീറ്റിംഗ് ഉള്ളതാണ് ബേക്കിംഗ് മോഡ്. പിന്നെ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഈ നോബ് ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തള്ളവരിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. അതിപ്പോൾ എത്ര മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ കേക്ക് ടിൻ ഓവനിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കേക്ക് വേവാൻ എത്ര സമയമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. കേക്കിൻ്റെ ഒരു ഫോർമുല തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്ര മൈദ എടുക്കുമ്പോൾ എത്ര മുട്ട എടുക്കണം, എത്ര പഞ്ചസാര എടുക്കണം, ആ ഒരു റേഷ്യോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ ½ kg കേക്കിന് എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കണം, 1 kgക്ക് എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കണം, ആ ഒരു അളവൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.